ഹലോ ഡിയേഴ്സ്, നമുക്കൊന്നൊരു പേപ്പർ ഫ്ലവർ ഉണ്ടാക്കിയാലോ? ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഇന്നത്തെ ഫ്ലവർ. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാൻ തന്നെ 7 സെൻറ്റിമീറ്റർ അളവിൽ ഒരു സ്ക്വയർ വെട്ടിയെടുക്കാം. എന്നിട്ട് വീഡിയോയിൽ കാണിക്കുന്ന പോലെ മടക്കിയെടുക്കാം. മുകളിലായിട്ട് മടക്കിയെടുത്ത് നേരെ മടക്കിയെടുത്തു. ഈ പകുതിയാക്കി മടക്കിയത് ഞാൻ തന്നെ വെച്ചിട്ട് ഇതിനെ നേരെ ഇതിനുള്ളിലേക്ക് മടക്കാം. അതേപോലെ തന്നെ അപ്പുറത്ത് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ഉള്ളിലേക്ക് മടക്കുക. എന്നിട്ട് ഇതിനെ കറക്റ്റ് സെൻറ്റർ ആക്കിയിട്ട് മടക്കിയെടുക്കുക. നമുക്ക് 5 എണ്ണം ചെയ്തെടുക്കാം. ഇതാണോ ഇതിൻ്റെ ഈ ഇതിൽ 2 എണ്ണം എടുക്കാം. ഒരു പോർഷനിൽ വെച്ചിട്ട് ജോയിൻ ചെയ്യാം. ഇതിന് അടിയിലേക്ക് ആക്കിയിട്ട് അടിയിലേക്ക് ആക്കി കൊടുക്കുക. ആണോ ഷേപ്പ് ഇതിന് ഈ ഭാഗത്ത് ചെയ്ത് കൊടുക്കാം. ഒരു ഫ്ലവറിൻ്റെ രൂപത്തിൽ ആയിക്കോട്ടെ. നെക്സ്റ്റ് നമുക്ക് തണ്ടുണ്ടാക്കാം. അതിന് ഒരു സ്കെയിലിൻ്റെ ലെങ്ത്തിൽ ഒരു പേപ്പർ മുറിച്ചെടുക്കാം. അതിൻ്റെ ഈ അറ്റത്തിൽ നിന്ന് നോർമലി ചെയ്യണ പോലെ പേപ്പർ സ്റ്റിക്ക് പോലെ ഉണ്ടാക്കാം. ചുരുട്ടിട്ട് അവിടെ നമുക്ക് ഇതൊന്ന് തേച്ച് കൊടുക്കാം. പൊട്ടിച്ചെടുക്കണം. ഇതിന് അതിന് ഈ പേപ്പറിൻ്റെ ഫ്ലവർ എടുക്കുക. ആ ഫ്ലവറിൻ്റെ ഒരു വശത്തേക്കായിട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഒരു വശത്തേക്കായിട്ട് തന്നെ സെറ്റാക്കി കൊടുക്കാം. കുറച്ച് നേരം ഒട്ടിപ്പിടിപ്പിക്കും. ലീഫ് ഉണ്ടാക്കുന്നതിനായിട്ട് ഒരു സ്ക്വയറിലുള്ളൊരു പേപ്പർ എടുക്കുക. അതിനെ മടക്കുക. മടക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഏകദേശം ഒരു ഇലയുടെ ഷേപ്പിൽ വെട്ടിയെടുക്കാം. അതിലേക്ക് നമ്മൾ ജസ്റ്റ് ചെറിയൊരു പാർട്ട് അങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പിൽ വെട്ടിയെടുക്കണം. ഇപ്പം എന്താ ചെയ്യുക, ജസ്റ്റ് പോലെ തന്നെ 6 ആക്കി പോലെ തന്നെ നോക്കില്ലേ. അത് ആ ലീഫിൽ ഒരു പെർഫെക്റ്റ് ഷേപ്പിൻ്റെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളൊന്ന് മടക്കാം. ഒന്നൊരു പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് കത്തി കൊടുക്കാം. ഇത് കത്തിയിട്ട് എന്ത് ചെയ്യാം, എന്തായി ഒരു എണ്ണ ഷേപ്പായി. നമുക്ക് ഈ ഭാഗത്തോട്ട് എന്ത് ചെയ്യാം, പശ കത്തി കൊടുക്കാം. നമുക്ക് കൊടുക്കാം. കൊടുത്തിട്ട് ഏകദേശം ഒരു അളവ് വെച്ച് നമ്മൾ പ്രസ് ചെയ്യാം. ഇതിലൂടെ അങ്ങനെ നമുക്ക് ചെയ്തിട്ടുണ്ട്. ഫിനിഷായി.